ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വരുന്നേ. അപ്പം നമ്മുടെ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഇനി അങ്ങോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഗീ റൈസും പനീറും ആട്ടോ വെക്കുന്നത്. എന്തായാലും ഞാൻ വെക്കുമല്ലേ, അപ്പോൾ ഒരു വീഡിയോയും കൂടി ആകട്ടെ എന്ന് കരുതി. അപ്പം നേരെ പാൻ വെച്ചു. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഗീ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇട്ട് കൊടുക്കുക. മാരിനേഷന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് മസാലയും കൂടി ചേർത്തിട്ട് ആണ് മാരിനേഷൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പനീറായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അതുകൊണ്ട് വളരെ പതുക്കെ ചെയ്താൽ മതി. അതിനുശേഷം അത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുകിട്ടു. എടുത്തു വെച്ചേക്കുന്നത് കുഞ്ഞുള്ളി, പച്ചമുളക്, തക്കാളി, ക്യാപ്സിക്കം, സവാള, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയാണ്. ആദ്യം കടുകിട്ടു. നേരെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആദ്യം ഇട്ടേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. അതിനുശേഷം കുഞ്ഞുള്ളി ഇട്ടു, പച്ചമുളകിട്ടു, സവാളയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തു. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ നേരം കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടികളുണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതെല്ലാം കൂടി യോജിപ്പിച്ച് നല്ല രീതിയിൽ വീണ്ടും വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. തക്കാളിയും കൂടി ഇടാൻ മറന്നുപോയി. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ശേഷം അതൊന്ന് ആറിയതിന് ശേഷം നേരെ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും പാൻ എടുത്ത് നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ആ ഒരു ഇതിട്ട് നല്ല രീതിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. നല്ല രീതിയിൽ അതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ആ ക്യാപ്സിക്കം കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കത്തിനൊന്നും വലിയ വേവ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് നിമിഷത്തേക്കാകുന്നത്. അതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീറും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. കാഷ്നട്ടിൻ്റെ ടേസ്റ്റും കൂടിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. എന്നിട്ട് ഒരു പാത്രം വെച്ച് കുറച്ചുകൂടെ നല്ല തിളച്ച് കഴിയുമ്പോഴേക്കും പാത്രം വെച്ച് അത് അടച്ചു കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഗീ റൈസിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ആദ്യം നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടു. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുവാണ്. ഞാൻ കുക്കറിലാട്ടോ വെക്കുന്നത്, അതാകുമ്പോൾ എളുപ്പപ്പണിയാണേ. എന്നിട്ട് കുതിരാൻ വെച്ചിരുന്ന അരി എടുത്തിട്ട് അതും കൂടി അതിൻ്റെ അകത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കാം. ശേഷം ഒരു വിസിലാകുമ്പോഴേക്കും ഓഫ് ചെയ്ത് വെക്കാം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കാമേ. നല്ല രീതിയിൽ ഗീ റൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല വിട്ടുള്ള പരുവത്തിലാണ് കിട്ടിയേക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ കറി നല്ല സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേ വന്നിട്ടുണ്ട്.
അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് കുറച്ചുകൂടെ ഒന്ന് എണ്ണയൊക്കെ തെളിയട്ടെ. നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് ഇച്ചിരി തിക്കാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗീ റൈസും പനീറും കൂടെ അച്ചാറുമായി വെച്ചേക്കുന്നത്. പപ്പടം ഇല്ല കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കണം. അപ്പോൾ ടാറ്റാ ബൈ.